ചാൾസ് ഡാർവിൻ മുന്നോട്ട് വെച്ച തിയറി ഓഫ് എവല്യൂഷൻ വെറും ഒരു തിയറി അല്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. എപ്പോഴും വിശ്വാസികളോടും അല്ലെങ്കിൽ സയൻസ് വിശ്വസിക്കാത്ത അല്ലെങ്കിൽ സയൻസ് ട്രസ്റ്റ് ചെയ്യാത്തവരോടും നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് വെറും ഒരു തിയറി അല്ലേ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥയല്ലേ, വെറും ഒരു കഥ മാത്രമല്ലേ, അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ, അതൊരു തിയറിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടത് ഫാക്റ്റ് അല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടത് ലോ അല്ല. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, ഡോക്ടർ സാക്കിർ നായിക്കുമായിട്ട് ലണ്ടനിലെങ്ങാണ്ടോ വെച്ച ഒരു സെമിനാറിനകത്ത് ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട് എവല്യൂഷണറി തിയറിയെ കുറിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, തിയറി വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോ സ്റ്റാൻഡേർഡുള്ളൊരു സാധനമാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള ഏറ്റവും ഉയർന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ലോയോ അല്ലെങ്കിൽ ഫാക്റ്റ് ഓഫ് എവല്യൂഷനോ ഒക്കെ പറഞ്ഞ് വരണം എന്നുള്ളത്. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും തിയറി ഓഫ് എവല്യൂഷൻ ഒരിക്കലും ഒരു ഫാക്റ്റ് ഓഫ് എവല്യൂഷനോ അല്ലെങ്കിൽ ലോ ഓഫ് എവല്യൂഷനോ ഒന്നും പറഞ്ഞു വരില്ല. അത് എന്തുകൊണ്ടാണെന്നും അത് വെറും ഒരു തിയറിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ലൂസിയുടെ മറ്റൊരു എപ്പിസോഡിൽ. ആദ്യം നമുക്ക് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതായത് ലോ എന്താണ്, ഫാക്റ്റ് എന്താണ്, ഒരു തിയറി എന്താണ്, അല്ലെങ്കിൽ അതിൽ തന്നെ എന്താണ് ഒരു സയൻറ്റിഫിക് തിയറി, ഇത് തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഫാക്റ്റ്? ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുതയാണ്, നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ പല കാര്യങ്ങളും കാണാറുണ്ട്, കണ്ട് നിരീക്ഷിക്കാറുണ്ട്, ബോധപൂർവം തന്നെ നമ്മൾ നിരീക്ഷിക്കാറുണ്ട്. അങ്ങനെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫറൻസുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ഒബ്സർവേഷനിൽ നിന്ന് കിട്ടുന്ന തെളിവുള്ള വസ്തുതകളെയാണ് നമ്മൾ ഫാക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ലോ? ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻ, അതാണ് ശരിക്കും ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പല പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, ഇത് തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന പല പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ്റെ രൂപത്തിലോ അത് തമ്മിലുള്ള ബന്ധമോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഒരു സയൻറ്റിഫിക് തിയറി? സയൻറ്റിഫിക് തിയറി പറയുന്നത് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്, അതെങ്ങനെയാണ്, ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഒരു തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തിയറി ഓഫ് എവല്യൂഷൻ, സയൻറ്റിഫിക് തിയറി ഓഫ് എവല്യൂഷൻ പറയുന്ന കാര്യം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് ഫോംസിൽ നിന്ന് ഇന്ന് കാണുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ജൈവ വൈവിധ്യം എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്നുള്ളതാണ്. അതും നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി എങ്ങനെയാണ് ഉണ്ടായി വന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ വസ്തുതകളിൽ ഊന്നിയാണ്, സയൻറ്റിഫിക് മെത്തഡോളജി ആൻഡ് റിഗർ വഴി കോൺസ്റ്റൻ്റ് ആയിട്ട് ടെസ്റ്റിംഗ്, പല തരത്തിലുള്ള ടെസ്റ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് എവല്യൂഷൻ. അപ്പോൾ ഇനി തിയറിയെ പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സാധാരണ അർത്ഥത്തിൽ പറയുന്ന തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു തിയറി അല്ലേ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കൊളോക്കിയലായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയറി എന്നുള്ളത് പോലെ അല്ല ഒരു സയൻറ്റിഫിക് തിയറി എന്ന് പറയുന്നത്. സയൻറ്റിഫിക് തിയറി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് റിഗറസ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സയൻറ്റിഫിക് തിയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കേട്ടിട്ടുണ്ടാവും. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രെഡിക്റ്റ് ചെയ്ത പല കാര്യങ്ങളും വർഷങ്ങൾക്ക് ശേഷം, 100 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഒക്കെ നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഒരു സയൻറ്റിഫിക് തിയറിക്ക് പല കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. വസ്തുതയിൽ ഊന്നിയുള്ള ഒരു പെർട്ടിക്കുലർ കാര്യം എങ്ങനെയാണ് നടന്നതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഒരു തിയറി ചെയ്യുന്നത്. മറ്റൊരു വേർഡ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, മിക്കവാറും അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഹൈപ്പോത്തിസിസ് എന്നുള്ളത്. ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നേരത്തെ ഉള്ള പല വസ്തുതകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക അനുമാനം, ഒരു ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അനുമാനമാണ്. അതൊരു സയൻറ്റിഫിക് ഹൈപ്പോത്തിസിസ് ആവണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫാൾസിഫയബിലിറ്റി അത്യാവശ്യമാണ്. ഫാൾസിഫയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസത്യവൽക്കരണ ക്ഷമത എന്ന് പറയും. അതായത് നമുക്കത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഓപ്ഷൻ വേണം. ഉദാഹരണത്തിന് ഒറ്റ കൊമ്പുള്ള ഒരു കുതിരയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തിനെ നമുക്കൊരു സയൻറ്റിഫിക് ഹൈപ്പോത്തിസിസ് ആയിട്ട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെയും കുറച്ച് ഉദാഹരണം എടുക്കാം. ബയോളജിയിൽ തന്നെയുള്ളൊരു മറ്റൊരു തിയറിയാണ് ജേം തിയറി ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ആളുകൾ ധരിച്ചിരുന്നത് അസുഖം വരുന്നത് ചിലപ്പോൾ ചിലർ വിചാരിച്ചിരുന്നത് ദൈവകോപം കൊണ്ടാണ്, ചിലർ വിചാരിച്ചിരുന്നത് മോശപ്പെട്ട കാറ്റ് ചുറ്റുമുള്ളത് കൊണ്ടാണ്, വാതപിത്ത കഫങ്ങൾ പോലെയുള്ള പല കാര്യങ്ങളും ശരീരത്തിലുണ്ട്, ഇതിൻ്റെയൊക്കെ ബാലൻസ് മാറുമ്പോഴാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനെ നമുക്കൊരു സയൻറ്റിഫിക് തിയറി ആയിട്ട് പറയാൻ പറ്റില്ല. വേറൊരു തിയറിയാണ് മയാസ്മ തിയറി എന്ന് പറയുന്നത്. ഹോമിയോപ്പതിയൊക്കെ നിലനിൽക്കുന്നത് മയാസ്മ തിയറിയിലാണ്. ശരീരത്തിൽ കൂടി ഒരു വൈറ്റൽ ഫോഴ്സ് പോകുന്നുണ്ടെന്നും സോറ, സിഫിലിസ്, സൈക്കോസിസ് പോലെയുള്ള മയാസ്മകൾ കാരണം അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നതൊക്കെയാണ്. പക്ഷേ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ സയൻറ്റിഫിക് തിയറി ആണെന്നുണ്ടെങ്കിൽ, ജേം തിയറി ഓഫ് ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് എഡ്വേർഡ് ജെന്നർ സ്മോൾ പോക്സിന് വാക്സിനേഷനും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം
ഈ വസൂരിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ജേംസാണ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങൾ ഇപ്പോൾ കാണുന്ന പോലത്തെ വൈറൽ ഡിസീസ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് സൂക്ഷ്മാണുക്കൾ കൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുകയും നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് വെരിഫൈ ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലാണ് ആ തിയറി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഫിസിക്സിലെ ഒരു തിയറിയാണ്. അത് നമുക്കിപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്തതുപോലെയുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. തിയറി ഇപ്പോൾ കെമിസ്ട്രിയിലുണ്ട്, പല തിയറീസ് ഉണ്ട്. അതുപോലെ പ്ലേറ്റ് ടെക്ടോണിക്സ്, നമ്മൾ ഭൗമശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് പറയാറുള്ളതാണ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്. ക്ലൈമറ്റ് ചേഞ്ച് അത് ഒരു നല്ലൊരു തിയറിയാണ്. ഫിസിക്സിൽ തന്നെ അറ്റോമിക് തിയറി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ശാസ്ത്ര സത്യങ്ങൾ തന്നെയാണ്. അല്ലാതെ വെറുതെ ചുമ്മാ ആരെങ്കിലും നിന്ന് ഒരു ദിവസം തോന്നി പറയുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞന് ഒരു ദിവസം ഉണ്ടായ ഒരു ബോധോദയത്തിൻ്റെ പിന്നിൽ വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ എവല്യൂഷണറി തിയറിക്കകത്ത് തന്നെ അല്ലെങ്കിൽ ഏത് തിയറി എടുത്താലും അതിനകത്ത് പല പല ലോസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല പല നിയമങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് എവല്യൂഷണറി തിയറിക്കകത്ത് വരുന്ന അല്ലെങ്കിൽ എവല്യൂഷൻ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു നിയമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ലോ ഓഫ് മോണോഫൈലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ക്ലാഡിസ്റ്റിക്സിനകത്ത് വരുന്നതാണ്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് യു ക്യാൻ നെവർ ഔട്ട് ഗ്രോ യുവർ ആൻസസ്റ്റർ എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികനേക്കാൾ മുകളിലേക്ക് വളരാൻ പറ്റില്ല. അതിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് മനുഷ്യൻ മാറി മറ്റൊരു ജീവി ആവാത്തതെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന് ഒരിക്കലും പ്രൈമേറ്റ്സ് അല്ലാതാവാനായിട്ട് പറ്റില്ല. കാര്യം പ്രൈമേറ്റ്സിൻ്റെ ഒരു സബ് ക്ലാസിഫിക്കേഷനാണ്. അല്ലെങ്കിൽ നമ്മൾ പരിണാമ വൃക്ഷം വരയ്ക്കുന്ന സമയത്ത് ഓരോ ബ്രാഞ്ചുകളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ഒരിക്കലും പ്രൈമേറ്റ്സ് അല്ലാതാവാൻ പറ്റില്ല. പ്രൈമേറ്റ്സിന് ഒരിക്കലും മാമൽസ് അല്ലാതാവാൻ പറ്റില്ല. മാമൽസിന് ഒരിക്കലും റെപ്റ്റൈൽസ് അല്ലാതാവാൻ പറ്റില്ല. അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആംഫീബിയൻസ് ആവാതിരിക്കാൻ പറ്റില്ല. അതുപോലെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ യൂകാരിയറ്റ്സ് ആവാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളും വാഴയും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഡാർവിൻ അത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നെങ്കിലും നമുക്ക് ഇന്നിപ്പോൾ ജനറ്റിക്സ് വെച്ച് തന്നെ അറിയാം എന്തുമാത്രം സാമ്യമുണ്ട്. നമ്മുടെ ജനിതക പദാർത്ഥങ്ങൾ തമ്മിലുള്ള സാമ്യം, നമ്മുടെ സീക്വൻസുകൾ തമ്മിലുള്ള സാമ്യമൊക്കെ അറിയാം. ഇവർ രണ്ടുപേരും വാഴയും നമ്മളും യൂകാരിയറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോമൺ ആൻസിസ്ട്രി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പരിണാമം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫൈലോജനറ്റിക് ട്രീ തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് വേറെയും മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടീറക്സ് കടിച്ച് കൊന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ടീറക്സിൻ്റെ വായിലിരിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് ചേർന്ന് ഒരു ടീറക്സിൻ്റെ ഫോസിൽ കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ബ്രോണ്ടോസോറസിനെ മേച്ചുകൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്ന് തലയിൽ എന്തെങ്കിലും വീണ് ചത്തു, ബ്രോണ്ടോസോറസും തൊട്ടടുത്ത് ആ മനുഷ്യനുമായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് എളുപ്പം എത്താൻ പറ്റും. പക്ഷേ ഇങ്ങനെയല്ല പരിണാമം വർക്ക് ചെയ്യുന്നത്. പരിണാമം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ തലമുറകൾ കഴിയുന്തോറും ചെറിയ ചെറിയ വേരിയേഷനോടുകൂടിയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എവല്യൂഷണറി തിയറി എന്ന് പറഞ്ഞാൽ വെറും ഒരു തിയറിയല്ല, അതൊരു സയൻറ്റിഫിക് തിയറിയാണ്. സയൻറ്റിഫിക് തിയറിക്കകത്ത് പല നിയമങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ലോസ് ഉണ്ട്. അതുപോലെ തന്നെ അത് ഒബ്സർവേഷനിൽ നിന്ന് ഫാക്ട്സ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇനി ഇതിനോട് ഒപ്പം തന്നെ നമുക്ക് ഈ വെറും ഫോസിൽ എവിഡൻസ് മാത്രമല്ല എവല്യൂഷനുള്ള തെളിവുകൾ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് അനാറ്റമി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കമ്പാരിറ്റീവ് അനാറ്റമി എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനു മുമ്പ് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒരാളുടെ ശരീരത്തിൻ്റെ എല്ലുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മുകളിൽ നിന്ന് ഒരൊറ്റ എല്ല്, അത് കഴിഞ്ഞ് രണ്ട് കൈയിലും രണ്ട് എല്ല്, അതുപോലെ കാലിനായാലും ഫീമർ എന്ന് പറയുന്നത് നമ്മുടെ തുടയെല്ല്, താഴേക്ക് പോകുമ്പോൾ രണ്ടെല്ല്, പിന്നെ വിരലുകളുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കൂടുതൽ എല്ലുകൾ. ഇതേ സാധനം നമുക്ക് ബാക്കിയുള്ള എല്ലാ ജീവികളിലും നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. ഇതെല്ലാം കാണിക്കുന്നത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് പരിണമിച്ചു വന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതാണ് ഈ തിയറിയും ലോയും ഫാക്റ്റും ഹൈപ്പോത്തസിസും തമ്മിലുള്ള വ്യത്യാസം. പലരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യാറുണ്ട്. ഞാനിത് പറയാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ തന്നെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് ബ്രോയിലർ ചിക്കനെ പറ്റി ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് വന്ന ഒരു ചോദ്യം, ബ്രോയിലർ ചിക്കനെ പറ്റി പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടു, വളരെ ഫാക്ച്വലാണ്, പക്ഷേ പരിണാമം എന്നുള്ള മുത്തശ്ശി കഥ ഇതിനകത്ത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ പരിണാമം ഏതോ ഒരു കഥ പോലെ അല്ലെങ്കിൽ അവർക്ക് ശീലമുള്ള അവർക്ക് പരിചിതമായിട്ടുള്ള പല പുസ്തകങ്ങൾ പോലെ തന്നെ ഒരു ഫിക്ഷനാണ് അല്ലെങ്കിൽ ഒരു കഥയാണ് എന്നുള്ളൊരു മുൻധാരണയിൽ അത് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കിന്ന് ബയോളജിയിലുള്ള ഏത് കാര്യം വിശദീകരിക്കണമെങ്കിലും പരിണാമം ഇല്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തെളിവുകളാണ് നമ്മൾ ഓരോ ദിവസവും ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിട്ട് ഇനി കാണുന്നവരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.